ഇന്ന് അമ്മിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് അവൾക്ക് മദ്രസയിലേക്ക് ഒരു കേക്ക് വേണമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനായിട്ട് ഒരു 1.5 kg വെയിറ്റ് വരുന്ന ഒരു കേക്ക് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് കൊണ്ടുപോയി കൊടുക്കണതും കട്ട് ചെയ്യണതൊക്കെ ഒന്ന് കാണാം. ഞാൻ എൻ്റെ മോൻ്റെ കയ്യിലാണ് കേക്ക് കൊടുത്തുവിടുന്നത്. അവിടെ ഒത്തിരി കുട്ടികളൊന്നുമില്ല, ഒരു കുഞ്ഞു മദ്രസയാണ്, ഒരുപാട് കുട്ടികളും ഇല്ല. ഇന്നപ്പോൾ അവിടെ മദ്രസയിൽ വേറൊരു പരിപാടി കൂടിയുണ്ട്. അവിടെ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ കേക്ക് കൊണ്ട് വരണം, അല്ലെങ്കിൽ ചോറ് കൊടുക്കലും എല്ലാവരും കൂടി ആകെ മിക്സായി പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു. ഒരു ഇൻ്റർവെല്ലിൻ്റെ ടൈമിലൊക്കെ കൊണ്ടു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ടൈമിൽ തന്നെയാണ് അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. ഉസ്താദ് കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഉസ്താദ് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. കാരണം കേക്ക് അങ്ങനെ ആരും കൊടുന്നു കൊടുക്കാറില്ലല്ലോ. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ് കേക്ക് ഉണ്ടാക്കി കൊടുത്തു വിട്ടത്. അല്ലാതെ അങ്ങനെ കേക്ക് കട്ട് ചെയ്യുക അങ്ങനെയൊന്നും മദ്രസയിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് എപ്പോഴും ഉസ്താദ്മാരൊക്കെ ഇവളോട് പറയുമെന്ന് പറഞ്ഞ് കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തു. ഉസ്താദ് കണ്ടപ്പോൾ തന്നെ ഞെട്ടി. വലിയ ഉസ്താദാണ് ഞങ്ങളുടെ ഉസ്താദ് അത് കണ്ടപ്പോൾ തന്നെ ഞെട്ടി. അപ്പോൾ അമ്മിക്കുട്ടീനെ വിളിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരത്തേക്ക് ഭയങ്കര നാണാണ് കേക്ക് കട്ട് ചെയ്യാനൊക്കെ, എന്തൊക്കെയോ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വിഷൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അടുത്ത് ഉസ്താദ് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് അവളൊരു കഷ്ണം എടുത്തു. എന്നിട്ട് പിന്നെ അവളുടെ വാപ്പിക്ക് പറഞ്ഞ കൊണ്ടുവന്ന് കൊടുത്ത് അത് കഴിഞ്ഞ് ഉസ്താദുമാർക്കും ചെറിയ ചെറിയ പീസുകൾ കൊടുക്കുന്നത് കാണുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് ഭയങ്കര നാണാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൾ കട്ട് ചെയ്യാൻ പോലും പോയില്ല, അത്രയ്ക്ക് നാണാർന്ന്. നമ്മുടെ ചെറിയ ഉസ്താദ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒക്കെ എടുത്തിട്ടാണ് അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 ഉസ്താദന്മാരാണ് നമ്മുടെ മദ്രസയിലുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വേറൊരു പരിപാടി കൂടി ഉണ്ടെന്ന്. അതുകൊണ്ട് അവിടെ 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. ചോറ് കൊടുക്കലൊക്കെ ആയതുകൊണ്ട് പുറമേന്ന് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടൊക്കെയാണ് കേക്ക് കട്ട് ചെയ്യണത്. ഉസ്താദ് എണ്ണ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേക്കൊക്കെ കാണുമ്പോൾ അല്ലേ. അപ്പോൾ മദ്രസയിലൊക്കെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, സ്കൂളിലൊക്കെ എപ്പോഴും കേക്കൊക്കെ കിട്ടും, മദ്രസയിലൊന്നും അങ്ങനെ ആരും കേക്ക് കൊണ്ടൊന്നും കൊടുക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാറുണ്ട്. ഇവിടെ ഒരു ചെറിയ മദ്രസയാണ്, ഒരുപാട് കുട്ടികളൊന്നുമില്ല, പിന്നെ ഉസ്താദിനും ഇഷ്ടക്കുറവൊന്നുമില്ല കേക്ക് കൊണ്ട് തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കി ഇതുപോലെ കൊടുത്തായിരുന്നു. കഴിഞ്ഞ വർഷം കൊടുത്തപ്പോഴും ഉസ്താദിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വർഷം അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും എടുത്ത് കൊടുക്കണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു കേട്ടോ. കേക്ക് ഇഷ്ടമായി എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരെയും വിളിച്ച് ഉസ്താദ് മദ്രസയുടെ അകത്തേക്ക് കയറ്റിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും എടുത്ത് കൊടുക്കണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണതെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. കേക്ക് കാണുമ്പോഴുള്ള ആ കുട്ടികളുടെ സന്തോഷം കണ്ടോ, എനിക്കത് കാണുമ്പോൾ എന്താണെന്നറിയില്ല. ഞാൻ ഈ വീഡിയോസ് എപ്പോഴും എടുത്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. അവർക്ക് എന്ത് സന്തോഷമാണല്ലേ കേക്ക് കാണുമ്പോൾ. എന്തായാലും എല്ലാവർക്കും തികഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും തികയോ എന്നുള്ളൊരിത്. അപ്പോൾ എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കാനായിട്ടൊക്കെ പറ്റി. കാരണം അധികം പിള്ളേരൊന്നുമില്ല, കുറച്ച് പിള്ളേരല്ലേ ഉള്ളൂ. എല്ലാവർക്കും തികഞ്ഞു. ഞാൻ അതാരണം ഒരു 1.5 കിലോ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.